നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വികൃതി ഒന്നും കാട്ടാതെ നല്ല കുട്ടിയായിട്ട് ഇരിക്കണേ. ഞാൻ റെഡിയായിട്ട് വരാം. അണ്ണാ ദാസിരിക്ക്. എന്താ പെട്ടെന്ന് കാണാമെന്ന് പറഞ്ഞത്? അന്ന് നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ, ആദിയുടെ ഫാമിലിയെ കുറിച്ച് ഒന്ന് അന്വേഷിക്കണമെന്ന്. അതെന്തായി? അത് ഞാൻ അന്വേഷിച്ചണ്ണാ. ആദിയുടെ ഭാര്യയും കുഞ്ഞും ഒരു ഹോം സ്റ്റേയിലാണ് താമസമെന്ന് അറിഞ്ഞു. പക്ഷേ അവിടെ ചെന്ന് തിരക്കിയപ്പോ ആദിയുടെ കൊച്ചിന് സുഖമില്ലാഞ്ഞിട്ട് അവര് ഏതോ ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞേ. ഏത് ഹോസ്പിറ്റൽ? അത് അറിയില്ലണ്ണ. നമുക്ക് വേണമെങ്കിൽ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ഹോം സ്റ്റേയിൽ പോയി അവരെ നേരിട്ട് കാണാം. അപ്പോഴേക്കും കുഞ്ഞിന്റെ അസുഖം മാറി അവർ തിരിച്ചെത്തുമായിരിക്കും. ഹോസ്റ്റലിൽ പോയി കാണുന്നതിനേക്കാൾ നല്ലത് ഹോസ്പിറ്റലിൽ പോയി അവരെ കാണുന്നതല്ലേ ദാസ്? ആദ്യത്തിന്റെ കുഞ്ഞിനെ കണ്ട് എന്തെങ്കിലും സഹായം ചെയ്യാം. ദാസ് ഇപ്പൊ തന്നെ ആരെയാണെന്ന് വെച്ചാൽ വിളിക്കേ. ഹോസ്പിറ്റൽ ഏതാണെന്ന് കണ്ടുപിടിക്കേ. നമുക്കിപ്പൊ തന്നെ അങ്ങോട്ട് പോവാം. അയ്യോ അണ്ണാ, സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് ബിസിയാ. അതല്ലേ ഞാൻ ചീരുനെ മോനെ കാണാൻ പോലും വരാതിരുന്നത്. ഇതിപ്പോ അണ്ണൻ വിളിച്ചുകൊണ്ട് മാത്രം ഞാൻ ഓടി വന്നതാ. ആണോ? എങ്കിൽ നീ പൊയ്ക്കോ ദാസ്. എനിക്കറിയേണ്ട കാര്യങ്ങൾ ഞാൻ രഘുവിനോട് ചോദിച്ചോളാം. ആ കാര്യങ്ങളൊക്കെ ദാസിന് അറിയുന്നതിനേക്കാൾ നന്നായി രഘുവിന് അറിയാൻ കഴിയുമെന്ന് എനിക്കും അറിയാം. ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ഞാൻ രഘുവിനോടൊരു കാര്യം ചോദിക്കുകയും അവൻ അതിൽ കള്ളം പറയുകയും അവന്റെ മുമ്പിൽ വെച്ച് തന്നെ എനിക്ക് ആ സത്യം തെളിയിക്കേണ്ടി വരികയും ചെയ്യുകയാണെങ്കിൽ അത് അവനും എനിക്കും ഒരു ഷോക്കായിരിക്കും. അത് വേണ്ടെന്ന് വെച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ദാസിനോട് വരാൻ പറഞ്ഞത്. ദാസിന് സമയമില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അണ്ണാ, അണ്ണന്റെ മനസ്സിലെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം തരാം. പക്ഷെ എനിക്ക് 2 ദിവസത്തെ ടൈം തരണം. ചില കാര്യങ്ങൾ എനിക്ക് വിശദമായിട്ട് തന്നെ പറയാനുണ്ട്. എന്ത് കാര്യങ്ങൾ? ആരെക്കുറിച്ചാ ദാസിന് പറയാനുള്ളത്? ഞാൻ ചോദിച്ച ആദിയുടെ കുടുംബത്തെക്കുറിച്ചാണോ അതോ രഘുവിനെ കുറിച്ചോ? രണ്ടും. ആദിയുടെ കുടുംബവുമായി രഘുവിന് എന്തെങ്കിലും ബന്ധമുണ്ടോന്നല്ലേ അണ്ണൻ അറിയേണ്ടത്? അതെ. അത് പറയാൻ ദാസിന് എന്തിനാ 2 ദിവസത്തെ സമയം? ഞാൻ അറിയാതെ വീണ്ടും എന്തെങ്കിലും മറച്ചു വെക്കാനാണോ? അയ്യോ, അതൊന്നും അല്ല അണ്ണ. അണ്ണൻ അറിയാൻ പാടില്ലാത്ത ഒരു ബന്ധവും രഘുവിന് ആദിയുടെ കുടുംബമായിട്ടില്ല. അതിന് ഞാൻ ഉറപ്പ്, എന്റെ വാക്കാ. ആദി ജയിലിലായതോടെ അനാഥരായിപ്പോയി അവന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും വേണ്ടി രഘു ചില സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് അമ്പിളി അറിഞ്ഞാൽ സമ്മതിക്കില്ല. അതുകൊണ്ടാ അണ്ണനോട് പോലും രഘു പറയാതിരുന്നത്. രഘു ആരെയെങ്കിലും സഹായിക്കുന്നതിന് ഞാൻ എതിരല്ല. പക്ഷേ അതിന്റെ പേരിൽ കുടുംബം മറന്നുള്ള അവന്റെ ഈ പ്രവൃത്തി ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല ദാസ്. ഇല്ലണ്ണ, അങ്ങനെയൊന്നുമില്ല. അതിനൊക്കെ ഞാൻ രഘുവിനെ വിടുമെന്ന് അണ്ണന് തോന്നുന്നുണ്ടോ? ഇപ്പോ പെട്ടെന്ന് ആ കുഞ്ഞിന് വയ്യാതായപ്പോ രഘുവിന് ചെറിയൊരു റിസ്ക് എടുക്കേണ്ടി വന്നു. അത് ഞാനും കൂടി പറഞ്ഞിട്ടാ.
ആ കുഞ്ഞിപ്പോ ചീര് കിടക്കുന്ന ഹോസ്പിറ്റലുണ്ടല്ലേ? റൂം നമ്പർ 19. അതെ. അണ്ണൻ എങ്ങനെ അറിഞ്ഞു? ചില സൂചനകൾ കിട്ടിയപ്പോ ഊഹിച്ചു. ഇന്ന് തന്നെ ഇതിനൊരു പരിസമാപ്തി ഉണ്ടാക്കണ്ടേ ദാസ്? അമ്പിളി ഒന്നും അറിയാൻ പാടില്ല. രഘു എന്തിനാ ഇത്രയും റിസ്ക് എടുത്തതൊക്കെ ചെയ്യുന്നത്? അതിന് ഒരു പരിധിവരെ കാരണക്കാരൻ അണ്ണനാ. ഞാനോ? അതെ. ഒരു ടൈമില് ആദിക്ക് വേണ്ടി വാദിച്ചതും അവനു വേണ്ടി രഘുവിനെ കുറ്റപ്പെടുത്തിയതും അണ്ണനല്ലേ? അന്ന് ആദിയെ സഹായിക്കാൻ രഘുവിന് തോന്നിയില്ല. പിന്നീട് ആദി ജയിലിലാവുകയും അവന്റെ കുടുംബം അനാഥമാവുകയും ചെയ്തപ്പോ രഘുവിന് സിമ്പതിയായി. അണ്ണനും കൂടി വേണ്ടിയാണ് അവനിപ്പോ ആ കുടുംബത്തെ സഹായിക്കുന്നത്. അമ്മാവന് അവനെ മനസ്സിലാവുമെന്നാണ് രഘുവിന് ഈ കാര്യത്തിലുള്ള ഉറച്ച വിശ്വാസം. അതുകൊണ്ട് ദയവേദിനി രഘുവിനെ തെറ്റുകാരനായിട്ട് കാണരുത്. ആദിയുടെ കുടുംബത്തെ ഇനി നീ സഹായിക്കരുതെന്ന് അണ്ണനൊരു വാക്ക് പറഞ്ഞ ആ നിമിഷം രഘു ഇതിന്ന് പിന്മാറിയിരിക്കുവണ്ണ. അത് മതി, എനിക്കത് മതി ദാസ്. എനിക്ക് അവനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ സാധിച്ചാൽ മാത്രം മതി. ഇപ്പൊ മോൻ നല്ല ഉറക്കമാണല്ലോ. കഴിഞ്ഞ ദിവസം വരുമ്പോ ആള് നല്ല ഉഷാറായിട്ട് കളിക്കായിരുന്നു. ഡിസ്ചാർജിന്റെ കാര്യം വല്ലതും ഡോക്ടർ പറഞ്ഞോ? ഇന്ന് പറയായിരിക്കും ദേ. ഡോക്ടർ ഇതുവരെ വന്നില്ല. ചിലപ്പോ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ പോകാൻ പറ്റുമായിരിക്കും. അപ്പോ 2 ദിവസവും ദേ ഇവിടെ നിന്നോ. ആവശ്യമുള്ള ഡ്രസ്സൊക്കെ ഞാൻ വൈകുന്നേരം വരുമ്പോ കൊണ്ടുവരാം. രാത്രി വേണമെങ്കിൽ ഞാനും ഇവിടെ നിൽക്കാം. വേണോന്നല്ല, ശബരിയേട്ടന് ഇവിടെ നിൽക്കണം. രാത്രിയിൽ ആണുങ്ങൾ ആരെങ്കിലും ഇവിടെ വേണ്ടേ? അല്ല, വിനയൻ രാത്രിയിലൂടെ കാണുമെന്ന് കരുതിയ ഞാൻ. ആ, വിനയൻ രാത്രി മാത്രമല്ല ശബരി, ഫുൾ ടൈം ഇവിടെ ഉണ്ട്. രാവിലെ വീട്ടിൽ പോയതാ, താമസിയാതെ വരും. എങ്കിൽ ഇന്ന് മുതല് ചീരച്ചേച്ചിയുടെയും കുഞ്ഞിന്റെ ബൈസ്റ്റാൻഡർ ഡ്യൂട്ടി ഞാൻ ശബരിയേട്ടനും ഏറ്റെടുക്കാൻ പോവാ. എന്തിനാ ദേ വെറുതെ നിങ്ങളും കൂടെ കഷ്ടപ്പെടുന്നത്? ഇവിടെ ആവശ്യത്തിന് ആളുണ്ട്, അതുപോരെ? അല്ല, പിന്നെന്തിനാ അച്ഛൻ ശബരിയേട്ടനെ വിളിച്ചു പറഞ്ഞത് ഇന്ന് ദയെ ഹോസ്പിറ്റലിൽ നിർത്തണമെന്ന്? അല്ല, അച്ഛൻ അങ്ങനെ പറഞ്ഞോ? എപ്പോഴാ ശബരി അച്ഛൻ വിളിച്ചു പറഞ്ഞേ? ഞങ്ങളിങ്ങോട്ട് വരാനിറങ്ങിയതിന് ശേഷമാ ചേച്ചി അച്ഛൻ വിളിച്ചത്. അതുകൊണ്ടാ ഡ്രസ്സൊന്നും എടുക്കാതിരുന്നത്. ആ, എങ്കിൽ ഞാനിങ്ങോട്ട് വന്ന കാര്യം അച്ഛനെ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞാനും അനുവും ഇനി ഇവിടെ തന്നെ എന്തായാലും കാണും ശബരി. അനു കുറച്ചു മുമ്പ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയതേ ഉള്ളൂ. വൈകുന്നേരം തിരിച്ചു വരും. നിങ്ങളല്ലേ ഇന്നലെ ഇവിടെ നിന്ന്? അനു ചേച്ചി വിളിച്ച് പറയ് വരണ്ടാന്ന്. അമ്പിളി ചേച്ചി വീട്ടിൽ പോയിട്ട് റെസ്റ്റ് ചെയ്യും. ഇന്ന്